യുകെയിലെ വ്യവസായി രാജേഷ് കൃഷ്ണനെ കണ്ടിട്ടില്ലെന്ന മുൻ ഫിഷറീസ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയുടെ വാദം തെറ്റെന്ന് തെളിയിക്കുന്ന ചിത്രം പുറത്തുവന്നു. 2019 സെപ്റ്റംബർ 2 വാരം കൊല്ലം ആശ്രാമം ഗസ്റ്റ് ഹൌസിൽ ശുചിത്വസാഗരം പരിപാടിയുമായി ബന്ധപ്പെട്ട യോഗത്തിൽ മേഴ്സിക്കുട്ടിയമ്മയ്ക്കൊപ്പം രാജേഷും യുകെ പൗരൻ മാത്യു ബൂലൂക്സും പങ്കെടുത്തതിന്റെ ചിത്രങ്ങളാണ് പുറത്തുവന്നത്. മേഴ്സിക്കുട്ടിയമ്മയുടെ തൊട്ടടുത്തായിരുന്നു രാജേഷിന്റെ ഇരിപ്പിടം. ചെന്നൈ വ്യവസായി മുഹമ്മദ് ഷഷാദ് CPM നേതൃത്വത്തിന് നൽകിയ കത്തിൽ ശുചിത്വസാഗരം പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയാണ് മേഴ്സിക്കുട്ടിയമ്മയുടെ പേര് പരാമർശിച്ചിട്ടുള്ളത്. തീരദേശത്തെ മാലിന്യമുക്തമാക്കാനുള്ള ശുചിത്വസാഗരം പദ്ധതിക്ക് രാജേഷ് കൃഷ്ണ 5 ലക്ഷം രൂപ നൽകിയെന്നും എന്നാൽ രാജേഷിനെ ഇതുവരെ കണ്ടിട്ടില്ലെന്നുമായിരുന്നു മേഴ്സിക്കുട്ടിയമ്മയുടെ വാദം. സർക്കാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട യോഗത്തിൽ യുകെ പൗരൻ മാത്യു ബൂലൂക്ക് എന്തിനു പങ്കെടുത്തു എന്നതിൽ വ്യക്തതയില്ല. പദ്ധതിയുമായി സഹകരിക്കാൻ യുകെ സംഘത്തെ രാജേഷ് കേരളത്തിലെത്തിച്ചതിൽ ദുരൂഹതയുണ്ടെന്നാണ് ഷഷാദിന്റെ ആരോപണം. പ്ലാസ്റ്റ് സേവ് എന്ന സംഘടനയുടെ പേരിലായിരുന്നു സംഘം കൊല്ലം സന്ദർശിച്ചത്. മാത്യു ബൂലൂക്ക് മുൻ മന്ത്രി തോമസ് ഐസക്കുമായി ചർച്ച നടത്തുന്നതിന്റെ ചിത്രവും പുറത്തുവന്നിട്ടുണ്ട്. 2023 ഫെബ്രുവരി മുതൽ 2024 ജാനുവരി വരെ മഹാരാഷ്ട്രയിലെ BJP വക്താവായിരുന്ന ആരതി അരുൺ സദെ ബോംബെ ഹൈക്കോടതിയിൽ ജഡ്ജിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ആരതിയെ ഹൈക്കോടതി ജഡ്ജിയായി നിയമിക്കാനുള്ള സുപ്രീം കോടതി കൊളീജിയത്തിന്റെ ശുപാർശയ്ക്കെതിരെ നേരത്തെ മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു. ആരതിയുടെ BJP ബന്ധം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഇത്. എന്നാൽ ആരതി പാർട്ടിയിൽ നിന്ന് നേരത്തെ തന്നെ രാജിവെച്ചതാണെന്നായിരുന്നു BJPയുടെ മറുപടി. ചീഫ് ജസ്റ്റിസ് അലോക് ആരാധെയാണ് ആരതി അരുൺ സദെക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിൽ നിർണായക ഉത്തരവുമായി സുപ്രീം കോടതി. ഗവർണർ നിയമനം നടത്തേണ്ടത് മുഖ്യമന്ത്രി നിശ്ചയിക്കുന്ന മുൻഗണനാക്രമത്തിലാണെന്ന് സുപ്രീം കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. സെർച്ച് കമ്മിറ്റി നൽകുന്ന പാനലിൽ മുഖ്യമന്ത്രിക്ക് മുൻഗണനാക്രമം നിശ്ചയിക്കാം. അതേ മുൻഗണനാക്രമത്തിൽ നിയമനം നടത്തണമെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടു. മുഖ്യമന്ത്രിയുടെ ശുപാർശയിൽ എതിർപ്പുണ്ടെങ്കിൽ ചാൻസലർ സുപ്രീം കോടതിയെ അറിയിക്കണമെന്നും തുടർന്ന് അക്കാര്യത്തിൽ സുപ്രീം കോടതി അന്തിമ തീരുമാനമെടുക്കുമെന്നും ഉത്തരവിൽ പറയുന്നു. സംസ്ഥാനത്ത് ഓണക്കിറ്റ് വിതരണം 26 മുതലെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി GRNൽ അറിയിച്ചു. ആദ്യഘട്ടത്തിൽ AAY വിഭാഗത്തിനും ക്ഷേമസ്ഥാപനങ്ങൾക്കുമാണ് കിറ്റ് വിതരണം ചെയ്യുന്നത്. കിറ്റിൽ 14 ഇനം സ്ഥാപനങ്ങൾ ലഭിക്കും. സെപ്റ്റംബർ 4 വിതരണം പൂർത്തിയാക്കും. 6 ലക്ഷത്തിൽ പരം AAY കാർഡുകാർക്കും ക്ഷേമസ്ഥാപനങ്ങൾക്കും ഭക്ഷ്യക്കിറ്റ് നൽകുകയാണെന്നും മന്ത്രി പറഞ്ഞു. സെപ്റ്റംബർ 1 മുതൽ കേരളത്തിലെ പ്രധാന ഗവൺമെന്റ് ആശുപത്രികളിലെല്ലാം മുതിർന്ന പൗരന്മാർക്കായി പ്രത്യേക OP കൗണ്ടർ തുടങ്ങുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ്, ജില്ലാ, ജനറൽ ആശുപത്രികൾ, സ്പെഷ്യാലിറ്റി ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ എന്നിവിടങ്ങളിൽ പ്രത്യേക OP കൗണ്ടർ ഉണ്ടാകുമെന്ന് മന്ത്രി അറിയിച്ചു. കത്ത് വിവാദത്തിൽ വ്യവസായി മുഹമ്മദ് ഷഷാദിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അപകീർത്തികരമായ പ്രതികരണങ്ങൾ നടത്തിയതിനാണ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. പ്രതികരണങ്ങൾ പിൻവലിക്കണമെന്നും ഇനിമേലാൽ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാൻ പാടില്ലെന്നും അഭിഭാഷകൻ M രാജഗോപാലൻ നായർ മുഖേന അയച്ച നോട്ടീസിൽ ആവശ്യപ്പെടുന്നു. കേരള സാഹിത്യ അക്കാദമിയുടെ സാഹിത്യോത്സവ ചർച്ചയിൽ നിന്നും ശിശുക്ഷേമ സമിതി മുൻ ജനറൽ സെക്രട്ടറിയും DYFI നേതാവുമായ ഷിജുഖാനെ ഒഴിവാക്കി. തിരുവനന്തപുരത്തെ അനുപമയുടെ ദത്തുവിവാദത്തിൽ ഷിജുഖാനെതിരെ അനുപമയും സഹപാനലിസ്റ്റും രംഗത്തെത്തിയതിനെ തുടർന്നാണ് അക്കാദമിയുടെ നടപടി. സാഹിത്യോത്സവത്തിൽ വിവാദങ്ങൾ സൃഷ്ടിക്കാൻ താൽപ്പര്യമില്ലാത്തതുകൊണ്ടാണ് ഷിജുഖാൻ മോഡറേറ്റ് ചെയ്യാനിരുന്ന സെഷൻ ഒഴിവാക്കുന്നതെന്ന് അക്കാദമി അധ്യക്ഷൻ K സച്ചിദാനന്ദൻ പറഞ്ഞു. സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് മതപണ്ഡിതന്മാർ പുനർവിചിന്തനം നടത്തണമെന്ന് സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. സ്കൂൾ സമയത്തിന് മുൻപ് മാത്രമേ മതപഠനം നടക്കൂ എന്ന വാശി ഒഴിവാക്കണമെന്നും AN ഷംസീർ പറഞ്ഞു. കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് നമ്മളും മാറണം. 10 മുതൽ 4 വരെയുള്ള ക്ലാസ് സമയത്തിന്റെ മാറ്റത്തെക്കുറിച്ച് സജീവ ചർച്ച വേണമെന്നും ഗൾഫ് രാജ്യങ്ങളിൽ പോലും മാറ്റമുണ്ടായെന്നും സ്പീക്കർ പറഞ്ഞു. സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകൾ നേരത്തെ സ്കൂൾ സമയമാറ്റത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് വീണ്ടും പോസ്റ്റുമായി ഇവാഞ്ചലിസ്റ്റും ഗ്ലോബൽ പീസ് ഇനിഷ്യേറ്റീവ് സ്ഥാപകനുമായ KA പോൾ രംഗത്തെത്തി. നിമിഷപ്രിയെ മോചിപ്പിക്കാൻ പ്രധാനമന്ത്രിയുടെ ഫണ്ടിൽ നിന്നും തുക നൽകണമെന്നും അല്ലെങ്കിൽ തന്റെ SCRA അക്കൗണ്ട് പുനഃസ്ഥാപിക്കണമെന്നും നിമിഷപ്രിയ വിഷയത്തിൽ ലക്ഷങ്ങൾ താൻ ഇതുവരെ ചെലവാക്കിയെന്നും പുതിയൊരു അക്കൗണ്ട് വിദേശകാര്യ മന്ത്രാലയം നൽകുന്നത് കാത്തിരിക്കുകയാണെന്നും പോൾ പറഞ്ഞു. യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയ്ക്കായി പണം ശേഖരിക്കുന്നുവെന്ന പ്രചാരണം വ്യാജമെന്ന് സ്ഥിരീകരിച്ച് വിദേശകാര്യ മന്ത്രാലയം. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ടിൽ പണം അയക്കണമെന്ന KA പോളിന്റെ പോസ്റ്റിനാണ് വിദേശകാര്യ മന്ത്രാലയം വിശദീകരണം നൽകിയിരിക്കുന്നത്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ട് നമ്പർ ഉൾപ്പെടെയുള്ള പോസ്റ്റ് വ്യാജമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിരിക്കുകയാണിപ്പോൾ. സ്വതന്ത്രദിന പോസ്റ്റിൽ സവർക്കറുടെ ചിത്രം വെച്ചതുമായി ബന്ധപ്പെട്ട് തൃശൂർ പടിഞ്ഞാറേക്കോട്ടിൽ പ്രതിഷേധത്തിനെത്തിയ KSU പ്രവർത്തകരെ കരുതൽ തടങ്കലിലാക്കി പോലീസ്. KSU തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ, പ്രവർത്തകൻ അക്ഷയ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. RSSനെതിരെ പ്രതികരിക്കുന്നവരെയാണ് പിണറായി പോലീസ് തടയുന്നതെന്നും ജനാധിപത്യ രാജ്യത്തിന് ചേരുന്ന നടപടിയല്ലെന്നും ഗോകുൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ 1014 വെളിച്ചെണ്ണ പരിശോധനകൾ നടത്തിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. വിവിധ ദിവസങ്ങളിലായി നടത്തിയ പരിശോധനകളിൽ 17,000-ഓളം ലിറ്റർ വ്യാജ വെളിച്ചെണ്ണ പിടിച്ചെടുത്തു. 469 സാമ്പിളുകൾ ശേഖരിച്ച് നടപടികൾ സ്വീകരിച്ചു. 25 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. കേരസൂര, കേരഹരിതം, കുട്ടനാടൻ കേര തുടങ്ങിയ യന്ത്രനിർമ്മാതാക്കൾക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചു. പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് വിലക്കി ഹൈക്കോടതി ഉത്തരവിന്റെ അതിരെ അപ്പീൽ കടുത്ത വിമർശനത്തോടെ തള്ളി സുപ്രീംകോടതി. പൗരന്മാരുടെ ദുരവസ്ഥയിൽ ആശങ്കയുണ്ടെന്ന് വ്യക്തമാക്കിയ കോടതി കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകളിലൂടെ സഞ്ചരിച്ചാൽ കൂടുതൽ പണം നൽകേണ്ടതില്ലെന്നും വിധിച്ചു.
ഓണക്കാലത്ത് ശബരി ബ്രാൻഡിൽ പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കി സപ്ലൈകോ. പുട്ടുപൊടി, അപ്പംപൊടി, പായസം മിക്സ്, പഞ്ചസാര, ഉപ്പ്, പാലക്കാടൻ മട്ട എന്നിവയാണ് വിപണിയിലെത്തിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ഭക്ഷ്യസുഭോഗരിയ വകുപ്പ് മന്ത്രി GR അനിൽ നടി റീമ കല്ലിങ്കലിന്റെ പുതിയ ഉൽപ്പന്നങ്ങളുടെ ആദ്യ വിൽപ്പന നടത്തി. ഓണക്കിറ്റ് വിതരണം ആഗസ്റ്റ് 26 മുതൽ തുടങ്ങുമെന്നും ഓണച്ചന്തകൾ ആരംഭിച്ചാൽ വെളിച്ചെണ്ണ വില പരമാവധി കുറയുമെന്നും മന്ത്രി പറഞ്ഞു. പണം കടം കൊടുത്തവരുടെ ഭീഷണിയെ തുടർന്ന് വീട്ടമ്മ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തു. എറണാകുളം കോട്ടുവള്ളി സ്വദേശിനി ആശ ബെന്നിയാണ് മരിച്ചത്. 10 ലക്ഷത്തോളം രൂപ ആശ പലിശയ്ക്ക് കടം വാങ്ങിയിരുന്നതാണ് വിവരം. 1 ലക്ഷത്തിന് മാസം 10,000 രൂപയായിരുന്നത്രേ പലിശ. മുതലും പലിശയും തിരിച്ചടച്ചിട്ടും പലിശക്കാർ ഭീഷണി തുടർന്നുവെന്നും ആശയുടെ ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നു. അയൽവാസിയായ റിട്ടയർഡ് പോലീസുകാരൻ പ്രദീപിന്റെയും ഭാര്യ ബിന്ദുവിന്റെയും പേരുകളാണ് ആത്മഹത്യക്കുറിപ്പിലുള്ളത്. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ യുവാവിനെ വീട്ടിൽ കയറി വെട്ടിക്കൊന്നു. കൊഴിഞ്ഞാമ്പാറ കരമ്പോറ്റ സ്വദേശി സന്തോഷാണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ രാത്രി 10 മണിയോടെ ഒരാൾ വീട്ടിൽ കയറി കൊന്ന് സന്തോഷിനെ കൊലപ്പെടുത്തുകയായിരുന്നു. സന്തോഷിനെ ആക്രമിച്ച ശേഷം രക്ഷപ്പെട്ട പ്രതിയെപ്പറ്റി സൂചന ലഭിച്ചെന്ന് കൊഴിഞ്ഞാമ്പാറ പോലീസ് പറയുന്നു. അയർലൻഡിൽ ഇന്ത്യക്കാർക്കെതിരെയുള്ള അക്രമം തുടരുന്നു. വീട്ടിന് പുറത്ത് കളിച്ചുകൊണ്ടിരുന്ന കോർക്ക് കൗണ്ടിയിലെ 9 വയസ്സുകാരനായ ഇന്ത്യൻ വംശജനെ തലയ്ക്ക് കല്ലെറിഞ്ഞാണ് പരിക്കേറ്റിയത്. ആക്രമണം നടത്തിയ 15 വയസ്സുകാരനെ പോലീസ് തിരിച്ചറിഞ്ഞതായാണ് വിവരം. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അർണബ് ഗോസ്വാമി നൽകിയ മാനനഷ്ട കേസിൽ ടൈംസ് നൗ എഡിറ്റർ ഇൻ ചീഫ് നവിക കുമാറിനെതിരെ അന്വേഷണം നടത്താൻ ദില്ലി കോടതി നിർദ്ദേശം. ദില്ലി പോലീസിനാണ് നിർദ്ദേശം നൽകിയത്. TRP തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് നവിക നടത്തിയ പരാമർശത്തുമായി ബന്ധപ്പെട്ടാണ് മാനനഷ്ട കേസ്. കേസിൽ ടൈംസ് നൗ എഡിറ്റർ ഇൻ ചീഫിന് കേസെടുക്കാൻ കോടതി ഉത്തരവിടുകയായിരുന്നു. ഒഡീഷയിൽ ബ്രാഹ്മണി നദിയിൽ 73 എരുമകൾ കൂട്ടത്തോടെ മുങ്ങിതച്ചു. ഓൾ ബ്ലോക്കിന് കീഴിലുള്ള ഏകമാന്യ ഗ്രാമത്തിനടുത്താണ് ദാരുണ സംഭവം. മത്സ്യബന്ധനത്തിനായി നദിയിലെ വെള്ളത്തിൽ വിഷം കലക്കിയെന്ന ആരോപണത്തെ തുടർന്ന് വെറ്ററിനറി ഉദ്യോഗസ്ഥർ എരുമകൾ ചത്തതിന് പിന്നിലെ കാരണം കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. എന്നാൽ കൂട്ടത്തോടെ നദിയിലിറങ്ങിയ പോത്തുകൾ മുതലകളെ കണ്ടതിനെ തുടർന്നാണ് തിക്കിലും തിരക്കിലും പെട്ടതെന്നും പറയുന്നു. ഉത്തർപ്രദേശിലെ പിലിഭിത്തിൽ സ്കൂളുകളിൽ ബെഞ്ചും ഡെസ്കും ലഭിച്ചു. ജില്ലയിലെ 100 കണക്കിന് ഗവൺമെന്റ് പ്രൈമറി സ്കൂളുകളിലെ 90,000-ൽ പരം കുട്ടികൾക്കാണ് ഇരിക്കാൻ ബെഞ്ചും ഡെസ്കും ലഭിച്ചത്. ആദ്യമായാണ് സ്കൂളുകളിൽ ബെഞ്ചും ഡെസ്കും ലഭിക്കുന്നതെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ടിൽ പറയുന്നു. തറയിലും മരത്തിന് ചുവട്ടിലുമായിരുന്നു ഇത്രയും കാലം കുട്ടികളുടെ വിദ്യാഭ്യാസം. ഓൺലൈൻ ഗെയിമിംഗ് ആപ്പുകൾക്ക് കടിഞ്ഞാണിടാൻ കേന്ദ്ര സർക്കാരിന്റെ നിയമം ബിൽ. ഗെയിമിംഗ് ആപ്പുകളെ നിയന്ത്രിക്കാനുള്ള ബില്ലിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളെ നിയമക്കട്ടക്കൂട്ടിന് കീഴിൽ കൊണ്ടുവരാനും ഡിജിറ്റൽ ആപ്പുകൾ വഴിയുള്ള ചൂതാട്ടത്തിന് പിഴകൾ ഏർപ്പെടുത്താനും വ്യവസ്ഥയുള്ള ബില്ലിലുണ്ട്. ബില്ല് നാളെ ലോക്സഭയിൽ കൊണ്ടുവരുമായിരിക്കും. ഡിജിറ്റൽ സർവകലാശാല ബോർഡ് ഓഫ് ഗവേണേഴ്സ് യോഗത്തിൽ വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസിനെതിരെ പ്രമേയം. സർവകലാശാല തന്നെ രൂപീകരിച്ച കമ്പനിക്കെതിരെ ബോർഡ് ഓഫ് ഗവേണേഴ്സിനെ അറിയിക്കാതെ VC ഗവർണർക്ക് റിപ്പോർട്ട് നൽകിയതിനെ ചോദ്യം ചെയ്താണ് പ്രമേയം കൊണ്ടുവന്നത്. ബോർഡ് ഓഫ് ഗവേണേഴ്സിനെ വിശ്വാസത്തിലെടുക്കാതെയാണ് VCയുടെ നടപടിയെന്നും വിമർശനമുയർന്നു. പ്രമേയത്തെ അനുകൂലിച്ച് സംസാരിച്ച IT സെക്രട്ടറി ശ്രീറാം സാംബശിവറാവു വൈസ് ചാൻസലറുടെ നടപടികളെ രൂക്ഷമായി വിമർശിച്ചു. സർക്കാർ ക്ഷണിക്കുന്ന യോഗങ്ങളിൽ പോലും VC പങ്കെടുക്കുന്നില്ലെന്നും IT സെക്രട്ടറി കുറ്റപ്പെടുത്തി. പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടാൻ ഒട്ടേറെ വേദികളുണ്ടായിരുന്നുവെന്നും വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വിളിച്ച യോഗത്തിലും അത് പറയാതെ ഏകപക്ഷീയമായി VC ഗവർണർക്ക് റിപ്പോർട്ട് നൽകിയതിനെ ചൊല്ലിയും യോഗത്തിൽ വാദപ്രതിവാദമുണ്ടായി. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പരാതികൾ അറിയാനും സർവകലാശാല നടപ്പാക്കുന്ന പദ്ധതികളെക്കുറിച്ച് പരിശോധിക്കാനും ബോർഡ് ഓഫ് ഗവേണേഴ്സ് യോഗം ഉപസമിതിയെ ചുമതലപ്പെടുത്തി. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പരാതികൾ അറിയാൻ സർവകലാശാല നടപ്പാക്കുന്ന പദ്ധതികളെക്കുറിച്ച് പരിശോധിക്കാനും ബോർഡ് ഓഫ് ഗവേണേഴ്സ് യോഗം ഉപസമിതിയെ ചുമതലപ്പെടുത്തി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കിടയിൽ യുക്രൈനിൽ റഷ്യയുടെ വൻ വ്യോമാക്രമണം. യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ US-ൽ സജീവമായി നടക്കുമ്പോഴും റഷ്യ ആക്രമണം തുടരുകയായിരുന്നുവെന്ന് യുക്രൈനിയൻ വ്യോമസേന അറിയിച്ചു. റഷ്യ ഒറ്റ രാത്രി കൊണ്ട് 270 ഡ്രോണുകളും 10 മിസൈലുകളുമാണ് യുക്രൈനിലേക്ക് തൊടുത്തത്. യുക്രൈനിലെ ഏക എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്ന മധ്യ പോൾട്ടാവ മേഖലയിലെ ഊർജ്ജ പ്ലാന്റുകൾ റഷ്യ ലക്ഷ്യമിട്ടതായും ഇത് വലിയ തീപിടുത്തങ്ങൾക്ക് കാരണമായതായും യുക്രൈൻ ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു. ഈ മാസത്തെ ഏറ്റവും വലിയ ആക്രമണമായിരുന്നു ഇത്. ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ ചർച്ചകൾക്കായി വൈറ്റ് ഹൌസിൽ യുക്രൈനിയൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കിയെയും യൂറോപ്യൻ നേതാക്കളെയും വിളിച്ചു ചേർത്തിരുന്നു. ഇതിനുശേഷമായിരുന്നു റഷ്യൻ ആക്രമണം. ഇതിനിടെ ഈ വർഷമാദ്യം തുർക്കിയിലെ ഇസ്താംബൂളിൽ നടന്ന സമാധാന ചർച്ചകൾക്കിടയിലുണ്ടായ കരാറുകളുടെ ഭാഗമായി ചൊവ്വാഴ്ച കൊല്ലപ്പെട്ട സൈനികരുടെ കൂടുതൽ മൃതദേഹങ്ങൾ കൈമാറിയതായി റഷ്യയും യുക്രൈനും അറിയിച്ചു. ഇന്ന് ഞങ്ങൾ യുക്രൈനിയൻ സായുധ സേനയിലെ 1000 സൈനികരുടെ മൃതദേഹങ്ങൾ കൈമാറി. അവർ ഞങ്ങൾക്ക് 19 സൈനികരുടെ മൃതദേഹങ്ങളും തന്നുവെന്ന് റഷ്യൻ പ്രസിഡന്റിന്റെ സഹായി വ്ളാഡി മെഡിൻസ്കി ടെലിഗ്രാമിലൂടെ അറിയിച്ചു. സമാധാനത്തിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആഗ്രഹിക്കുന്നില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഒരു TV അഭിമുഖത്തിലാണ് ട്രംപ് പരാമർശം നടത്തിയത്. പുടിൻ എന്തു ചെയ്യുമെന്നത് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ വ്യക്തമാവുമെന്നും സൂചിപ്പിച്ചു. സമാധാന കരാറിന് തയ്യാറായില്ലെങ്കിൽ പുടിൻ കഠിന സാഹചര്യങ്ങൾ നേരിടേണ്ടി വരുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കിയുമായി നേരിട്ടുള്ള ചർച്ചയ്ക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സന്നദ്ധത അറിയിച്ചെന്ന് നേതാക്കൾ പറഞ്ഞിരുന്നു. വൈറ്റ് ഹൌസ് ഉച്ചകോടി സമാധാനത്തിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പായി യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി വിശേഷിപ്പിച്ചിരുന്നു.
അതേസമയം സമാധാന കരാർ സംബന്ധിച്ച ചർച്ചയ്ക്കായി റഷ്യ-യുക്രൈൻ US ത്രികക്ഷി സമ്മേളനത്തിന് ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റ് വേദിയാക്കാൻ US ആലോചിക്കുന്നതായി റിപ്പോർട്ട്. US ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച അന്താരാഷ്ട്ര മാധ്യമമായ പൊളിറ്റിക്കുമാണ് റിപ്പോർട്ട് ചെയ്തത്. US രഹസ്യ സർവീസാണ് കൂടിക്കാഴ്ചയുടെ തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. ജർമ്മനി, ബ്രിട്ടൻ, ഫ്രാൻസ് എന്നീ രാഷ്ട്ര നേതാക്കളുടെ സാന്നിധ്യത്തിൽ തിങ്കളാഴ്ച വൈറ്റ് ഹൌസിൽ നടന്ന ട്രംപ്-സെലൻസ്കി ചർച്ചയിലാണ് അടുത്ത ഘട്ടത്തിൽ പുടിൻ-സെലൻസ്കി കൂടിക്കാഴ്ച ഒരുക്കാൻ തീരുമാനമായത്. അതിനുശേഷമാണ് റഷ്യ-യുക്രൈൻ US ത്രികക്ഷി സമ്മേളനം നടത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മേക്ക് ഇൻ ഇന്ത്യ പ്രതിരോധ പദ്ധതിയുടെ കീഴിൽ വ്യോമസേനയ്ക്കായി 97 LCA Mark 1 ബോർ വിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള പദ്ധതിക്ക് ചൊവ്വാഴ്ച കേന്ദ്രം അനുമതി നൽകി. 97 LCA Mark 1 പോർ വിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള അന്തിമ അനുമതി ചൊവ്വാഴ്ച ചേർന്ന ഉന്നതതല യോഗമാണ് നൽകിയത്. ഇത് ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡിന് വിമാനങ്ങൾ നിർമ്മിക്കാൻ വഴിയൊരുക്കുമെന്ന് പ്രതിരോധ വൃത്തങ്ങൾ ANIയോട് പറഞ്ഞു. LCA Mark 1 പോർ വിമാനങ്ങൾക്കുള്ള രണ്ടാമത്തെ ഓർഡറാണിത്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഏകദേശം 48,000 കോടി രൂപയ്ക്ക് 83 വിമാനങ്ങൾക്കായി സർക്കാർ ഓർഡർ നൽകിയിരുന്നു. അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഘട്ടം ഘട്ടമായി നിർത്തലാക്കുന്ന MiG-21 വിമാനങ്ങൾക്ക് പകരമായി പുതിയ വിമാനങ്ങൾ നിർമ്മിക്കാനാണ് ഈ പദ്ധതിയിലൂടെ വ്യോമസേന ലക്ഷ്യമിടുന്നത്. പ്രതിരോധ മന്ത്രാലയത്തിന്റെയും വ്യോമസേനയുടെയും പൂർണ്ണ പിന്തുണയോടുകൂടിയുള്ള തദ്ദേശീയ പോർ വിമാന പദ്ധതി തദ്ദേശീയവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും രാജ്യത്തുടനീളമുള്ള പ്രതിരോധ ബിസിനസ്സിൽ പ്രവർത്തിക്കുന്ന ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് വലിയ പ്രോത്സാഹനമാകുമെന്നാണ് കരുതുന്നത്. വ്യോമസേനയ്ക്ക് ആദ്യം വിതരണം ചെയ്ത 40 LCAകളേക്കാളും നൂതനമായ അവിയോണിക്സും റഡാറുകളും LCA Mark 1 വിമാനങ്ങളിലുണ്ട്. പുതിയ LCA Mark 1കളിലെ തദ്ദേശീയ ഭാഗങ്ങൾ 65% കൂടുതലായിരിക്കും. ഗാസയിൽ 10,000-കണക്കിന് പാലസ്തീനികളുടെ മരണം ഭാവി തലമുറയ്ക്ക് അനിവാര്യവും ആവശ്യവുമാണെന്ന് ഇസ്രയേലി സൈനിക ഇന്റലിജൻസിന്റെ മുൻമേധാവി പറയുന്ന ഓഡിയോ പുറത്തുവന്നു. ഒക്ടോബർ 7 സംഭവിച്ച എല്ലാത്തിനും ഒരാൾക്ക് പകരം 50 പാലസ്തീനികൾ മരിക്കണമെന്നതായിരുന്നു ഇസ്രയേൽ പ്രതിരോധ സേനയുടെ മേജർ ജനറൽ അഹറോൺ ഹലീവയുടെ പ്രതികരണം. ഗാസയിൽ ഇതിനകം 50,000 പേർ മരിച്ചു കഴിഞ്ഞുവെന്നത് വരും തലമുറയ്ക്ക് അത്യാവശ്യവും അനിവാര്യവുമാണെന്ന് ഹലീവ പറഞ്ഞു. അദ്ദേഹം എപ്പോഴാണ് വിവാദ പ്രസ്താവന നടത്തിയതെന്ന് വ്യക്തമല്ല. മാർച്ചിലെ കണക്കുകൾ പ്രകാരം തന്നെ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 50,000 കവിഞ്ഞുകഴിഞ്ഞു. 2023 ഒക്ടോബർ 7 ഹമാസ് തെക്കൻ ഇസ്രയേലിൽ ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ 1200 പേർ കൊല്ലപ്പെടുകയും 250 പേരെ തട്ടിക്കൊണ്ടുപോകുകയും ചെയ്തപ്പോഴാണ് ഇസ്രയേലിൽ സൈനിക ഇന്റലിജൻസ് മേധാവിലായത്. 2024 ഏപ്രിലിൽ അദ്ദേഹം ഇന്റലിജൻസ് മേധാവി സ്ഥാനം രാജിവെച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാന്റെ സൈനിക പരസ്യ നേതൃത്വത്തിന്റെ നേരിട്ടുള്ള ഇടപെടലുണ്ടായിരുന്നുവെന്ന് നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിംഗ് NCERT 3 മുതൽ 12 വരെയുള്ള ക്ലാസുകളിൽ പഠിപ്പിക്കുമെന്നാണ് പഠനം. ഓപ്പറേഷൻ സിന്ദൂർ വെറും ഒരു സൈനിക നടപടിയല്ലായിരുന്നു, മറിച്ച് നഷ്ടപ്പെട്ട ജീവനുകൾക്ക് സമാധാനവും ബഹുമാനവും നൽകുന്നതിനുള്ള ഒരു നീക്കമായിരുന്നുവെന്നാണ് NCERT പഠിപ്പിക്കുക. ഈ പഠന മോഡ്യൂൾ വിദ്യാർത്ഥികൾക്ക് പ്രധാന പാഠ്യക്രമത്തിന്റെ ഭാഗമായിട്ടല്ല നൽകുന്നത്, മറിച്ച് കൂടുതൽ പഠനത്തിനുള്ള സഹായം എന്ന നിലയിലാണ്. ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ച് NCERT 2 പ്രത്യേക പഠന മോഡ്യൂളുകളാണ് അവതരിപ്പിച്ചത്. ഈ പഠന മോഡ്യൂളുകൾ പാഠ്യക്രമത്തിന് പുറമെ അനുബന്ധ മെറ്റീരിയലുകളായാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 3 മുതൽ 8 വരെയുള്ള ക്ലാസുകളിലെ മോഡ്യൂളിന്റെ പേര് ഓപ്പറേഷൻ സിന്ദൂർ എ ഷാഗ ഓഫ് വാലർ എന്നും 9 മുതൽ 12 വരെയുള്ള ക്ലാസുകളിലെ മോഡ്യൂളിന്റെ പേര് ഓപ്പറേഷൻ സിന്ദൂർ എ മിഷൻ ഓഫ് ഓണർ ആൻഡ് ബ്രേവറി എന്നുമാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാന്റെ സൈനിക രാഷ്ട്രീയ നേതൃത്വത്തിന്റെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടായിരുന്നുവെന്നാണ് പഠിപ്പിക്കുന്നത്. 2025 മെയ് 7 പാകിസ്ഥാൻ പാക് അധീന ജമ്മു കശ്മീർ എന്നിവയിലെ 9 ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇന്ത്യ വ്യോമാക്രമണം നടത്തിയിരുന്നു. 9 ലക്ഷ്യങ്ങളിൽ 7 എണ്ണം ഇന്ത്യൻ സൈന്യം നശിപ്പിച്ചു. ഇതോടൊപ്പം ലഷ്കർ എ തൈബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും മുഖ്യ കേന്ദ്രങ്ങളായ മുരീദ് കെ ബഹവൽപൂർ എന്നിവിടങ്ങളിലെ ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യൻ വ്യോമസേന നശിപ്പിച്ചുവെന്നും NCERT പഠന മോഡ്യൂളുകളിൽ ഒന്നിൽ പറയുന്നുണ്ട്. ഇന്ത്യയുടെ പ്രതിരോധ തയ്യാറെടുപ്പുകൾ, പ്രതിരോധ മേഖലയിലെ പുതിയ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം, ആഗോളതലത്തിൽ ഇന്ത്യയുടെ മുന്നേറ്റം തുടങ്ങിയ കാര്യങ്ങളും പഠനത്തിന്റെ ഭാഗമായിരിക്കും. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കിടെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി പ്രത്യേക ചർച്ച നടത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി നരേന്ദ്രമോദിയെ കണ്ട് ഷീ ജിൻപിങ്ങിന്റെ ക്ഷണക്കത്ത് കൈമാറി. അതിർത്തിയിലെ സമാധാനം 2 രാജ്യങ്ങൾക്കുമിടയിലെ നല്ല ബന്ധത്തിന് അനിവാര്യമെന്ന് മോദി ചൂണ്ടിക്കാട്ടി. കസാനിൽ താനും ഷീ ജിൻപിങ്ങുമുണ്ടാക്കിയ ധാരണയ്ക്ക് ശേഷം ചൈനയുമായുള്ള ബന്ധത്തിലുണ്ടായ പുരോഗതി സ്വാഗതാർഹമാണെന്നും മോദി പറഞ്ഞു. കഴിഞ്ഞ വർഷം കസാനിൽ പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള എന്റെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പരസ്പരം താൽപര്യങ്ങളെയും സംവേദനക്ഷമതയെയും ബഹുമാനിച്ചുകൊണ്ട് ഇന്ത്യ-ചൈന ബന്ധം സ്ഥിരമായ പുരോഗതി കൈവരിച്ചു. ഞങ്ങളുടെ അടുത്ത കൂടിക്കാഴ്ചയ്ക്കായി ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സ്ഥിരതയുള്ളതും പ്രവചനാതീതവുമായ ക്രിയാത്മകവുമായ ബന്ധം പ്രാദേശികവും ആഗോളവുമായ സമാധാനത്തിനും സമൃദ്ധിക്കും ഗണ്യമായ സംഭാവന നൽകുമെന്ന് മോദി എക്സിൽ കുറിച്ചു. വെടിനിർത്തൽ പുതിയ ശുപാർശകൾ ഹമാസ് അംഗീകരിച്ചെങ്കിലും ഗാസ സിറ്റി പിടിക്കാനുള്ള ആക്രമണം തുടർന്ന് ഇസ്രയേൽ.
ഇസ്രയേൽ ഇന്നലെ നടത്തിയ വെടിവയ്പ്പുകളിലും ബോംബിങ്ങിലും 60 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഇതിൽ 31 പേരും ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിലെ വെടിവയ്പ്പുകളിലാണ് കൊല്ലപ്പെട്ടത്. ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഗാസയിൽ ഇതുവരെ 62,064 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഗാസ സിറ്റിയുടെ കിഴക്കൻ മേഖലയായ സെയ്താൻ വളഞ്ഞ ഇസ്രയേൽ ടാങ്കുകൾ പ്രദേശത്തെ 450-ലേറെ വീടുകൾ ബോംബ് വെച്ച് തകർത്തു. സബ്ര മേഖലയിലേക്ക് ഇസ്രയേൽ സൈന്യം നീങ്ങുന്നുവെന്നാണ് റിപ്പോർട്ട്. ഗാസയിലെ പട്ടിണി തടയാൻ ഇസ്രയേൽ ഒന്നും ചെയ്യുന്നില്ലെന്ന് UN മനുഷ്യാവകാശ വിഭാഗം ഓഫീസ് കുറ്റപ്പെടുത്തി. പട്ടിണി മൂലം ഇന്നലെ 3 പലസ്തീൻകാർ കൂടി മരിച്ചു. ലോകത്തെ സംഘർഷ മേഖലകളിൽ കഴിഞ്ഞ വർഷം 383 സന്നദ്ധ പ്രവർത്തകർ കൊല്ലപ്പെട്ടതായും ഇതിൽ 180 പേരും ഗാസയിലാണെന്നും UN ജീവകാരുണ്യ വിഭാഗം അറിയിച്ചു. മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറും ഈജിപ്തും മുൻകൈയെടുത്ത് തയ്യാറാക്കിയ 60 ദിവസത്തെ വെടിനിർത്തൽ പദ്ധതിയാണ് ഹമാസ് തിങ്കളാഴ്ച അംഗീകരിച്ചത്. ഹമാസിന്റെ മറുപടി പഠിച്ചുവരികയാണെന്ന് മാത്രമാണ് ഇസ്രയേൽ പ്രതികരിച്ചത്. ശേഷിക്കുന്ന 50 ബന്ധികളെയും വിട്ടയക്കണമെന്ന ആവശ്യം ഇസ്രയേൽ ഉയർത്തിയതായും റിപ്പോർട്ടുണ്ട്. ബന്ധികളെ 2 ഘട്ടമായി മോചിപ്പിക്കുമെന്നാണ് പദ്ധതിയിലുള്ളത്. ഗാസയിൽ 60 ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശത്തോട് ഹമാസ് അനുകൂലമായി പ്രതികരിച്ചെന്ന് ഖത്തർ സ്ഥിരീകരിച്ചു. എന്നാൽ വെടിനിർത്തൽ വിഷയത്തിൽ ഇസ്രയേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഗാസയിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഇസ്രയേലിന്റെ മറുപടിക്കായി ഖത്തർ കാത്തിരിക്കുകയാണെന്ന് ഖത്തർ അറിയിച്ചു. വെടിനിർത്തൽ നിർദ്ദേശത്തോട് ഹമാസ് പോസിറ്റീവായാണ് പ്രതികരിച്ചത്. ഇസ്രയേലിന്റെ മറുപടിക്കായി കാത്തിരിക്കുകയാണ്. 60 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തലിനാണ് ശ്രമിക്കുന്നത്. ഈ സമയത്ത് തടവുകാരെയും ബന്ധികളെയും കൈമാറുകയും ഗാസയിലേക്കുള്ള സഹായം വർദ്ധിപ്പിക്കുകയും ചെയ്യാനാണ് ശ്രമിക്കുന്നതെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാജിദ് അൽ അൻസാറി പറഞ്ഞു. നമ്മൾ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ നീക്കം പരാജയപ്പെട്ടാൽ പ്രതിസന്ധി കൂടും. ഇതിനാൽ ഈജിപ്ത് ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളുമായി സഹകരിച്ച് വെടിനിർത്തലിനായി സാധ്യമായതെല്ലാം ഖത്തർ ചെയ്യുന്നുണ്ട്. ഇതിനിടെ ഗാസയിൽ തടവിലാക്കപ്പെട്ട 50 ബന്ധികളെ മോചിപ്പിക്കണമെന്ന് ഇസ്രയേൽ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അതേസമയം ഹമാസ് അംഗീകരിച്ച 60 ദിവസത്തെ വെടിനിർത്തലിനുള്ള പുതിയ നിർദ്ദേശം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു അംഗീകരിക്കുമോ എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട്. സ്ഥിരമായ വെടിനിർത്തലും മറ്റു ബന്ധികളെ തിരിച്ചയക്കലും സംബന്ധിച്ച് ഇരുപക്ഷവും ചർച്ചകൾ നടത്തുന്നതിനിടെ ജീവിച്ചിരിക്കുന്ന 10 ബന്ധികളെയും 18 ബന്ധികളുടെ മതമൃതവും കൈമാറുമെന്ന് ഹമാസ് വൃത്തങ്ങൾ അറിയിച്ചു. 22 മാസത്തെ യുദ്ധത്തിനു ശേഷവും 50 ബന്ധികളിൽ 20 പേർ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ എന്നാണ് ഇസ്രയേൽ അധികൃതർ നിഷേധിക്കുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ചയ്ക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഇക്കഴിഞ്ഞ 15-ന് US-ലെത്തിയപ്പോൾ ഒപ്പമുണ്ടായിരുന്ന അംഗരക്ഷകർക്ക് പ്രത്യേക ദൗത്യം കൂടി ഏൽപ്പിച്ചിരുന്നു. പുടിന്റെ മലമൂത്ര വിസർജനം പ്രത്യേക ബാഗിൽ ശേഖരിച്ച് റഷ്യയിൽ തിരിച്ചെത്തിക്കുക. അലാസ്കയിലെ ആങ്കറിജിലുള്ള ജോയിന്റ് ബോസ് എൽമണ്ടോർഫ് റിച്ചർഡ്സണിലായിരുന്നു ട്രംപ് പുടിൻ ചർച്ച. ഫ്രഞ്ച് പ്രസിദ്ധീകരണമായ പാരിസ് മാച്ചിലെ അന്വേഷണാത്മക പത്രപ്രവർത്തകരായ മിഖായിൽ റൂബനും റെജിസ് ജെന്നും എന്നിവരെ ഉദ്ധരിച്ച് ദി എക്സ്പ്രസ് US പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം പുടിന്റെ മലമൂത്ര വിസർജനം ഉൾപ്പെടെയുള്ള മാലിന്യം പ്രത്യേക ബാഗുകളിൽ ശേഖരിച്ച് ഇതിനായി മാത്രം ഉപയോഗിക്കുന്ന സ്യൂട്ട്കേസുകളിൽ മോസ്കോയിലേക്ക് തിരിച്ചെത്തിക്കാനായിരുന്നു നിർദ്ദേശം. റഷ്യൻ പ്രസിഡന്റിന്റെ ഫെഡറൽ പ്രൊട്ടക്ഷൻ സർവീസിലെ അംഗങ്ങൾക്കായിരുന്നു ഇതിന്റെ ചുമതല. 72 വയസ്സുകാരനായ പുടിന്റെ മലമൂത്ര വിസർജനത്തിന്റെ സാമ്പിളുകൾ വിദേശ രാജ്യങ്ങൾ പരിശോധിച്ച് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നേടുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ അസാധാരണ നടപടി. അതേസമയം അദ്ദേഹത്തിന്റെ അംഗരക്ഷകർ വർഷങ്ങളായി പിന്തുടരുന്ന സുരക്ഷാ നടപടിയാണിതെന്നാണ് റിപ്പോർട്ടുകൾ. 2017-ൽ പുടിൻ ഫ്രാൻസ് സന്ദർശനത്തോടെ മുതൽ തുടരുന്ന നടപടിയാണിതെന്ന് ദി എക്സ്പ്രസ് US റിപ്പോർട്ട് ചെയ്യുന്നു. 2018-ൽ പുടിൻ വിയന്ന സന്ദർശിച്ചപ്പോൾ അത്തരമൊരു സുരക്ഷാ നടപടി നിലവിലുണ്ടായിരുന്നുവെന്ന് ഫരീദ റുസ്തമോവ റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി പുടിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് നിരവധി അഭ്യൂഹങ്ങൾ ഉയർന്നിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ആശങ്കയുയർത്തിയ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ സജീവ സാന്നിധ്യം കണ്ടെത്തിയെങ്കിലും രോഗത്തിന്റെ ഉറവിടം ഇനിയും വ്യക്തമാകാതെ ആരോഗ്യവകുപ്പ്. കുളത്തിൽ നിന്നാകാം അമീബബാധയുണ്ടായതെന്ന് വിലയിരുത്തലുണ്ടായെങ്കിലും കിണറുകളിൽ പോലും അപകടകാരിയായ അമീബയുടെ സാന്നിധ്യം സംശയിക്കപ്പെടുന്നതോടെ ആരോഗ്യവകുപ്പിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളിലും അത് വെല്ലുവിളിയാകുകയാണ്. 3 മാസം പ്രായമുള്ള കുട്ടിയടക്കം 5 പേരാണ് നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഈ വർഷം ചികിത്സ നേടിയ 22 പേരിൽ 8 പേർ മരണപ്പെട്ടു. കോഴിക്കോട് ജില്ലയിൽ 8 പേർക്കാണ് ഈ വർഷം രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 4 പേർ മരിച്ചു. അതിനിടെ രോഗം ബാധിച്ചു വ്യാഴാഴ്ച മരിച്ച താമരശ്ശേരി കോരങ്ങാട് ആനപ്പാറ പോയിൽ അനയയുടെ 7 വയസ്സുള്ള ഇളയ സഹോദരനും തിങ്കളാഴ്ച രോഗലക്ഷണങ്ങൾ കണ്ടെത്തി. പനി ബാധിച്ചതിനെ തുടർന്ന് ഈ കുട്ടിയുടെ രക്തസാമ്പിൾ നട്ടലിൽ നിന്നെടുത്ത വിദഗ്ധ പരിശോധനയ്ക്കായി തീരുമാനിച്ചു. ഈ കുട്ടി ഉൾപ്പെടെ അനയുടെ 2 സഹോദരന്മാർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. അനയെയും സഹോദരനും 3 ആഴ്ച മുൻപ് വീടിന് സമീപത്തെ കുളത്തിൽ നീന്തൽ പരിശീലനം നടത്തിയിരുന്നു. ഈ കുളത്തിൽ ആരോഗ്യ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം ക്ലോറിനേഷൻ നടത്തുകയും അന പഠിച്ച സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച 40-കാരനായ അന്നശ്ശേരി സ്വദേശിയും ഓമശ്ശേരി സ്വദേശിയായ 3 മാസം പ്രായമുള്ള കുഞ്ഞും ചികിത്സയിലുണ്ട്.
ഇതിൽ വെന്റിലേറ്ററിൽ തുടരുന്ന 3 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ നില ഗുരുതരമാണ്. ഈ കുഞ്ഞിനെ കിണർവെള്ളത്തിൽ മാത്രമാണ് കുളിപ്പിച്ചതെന്നാണ് വീട്ടുകാർ അറിയിച്ചത്. ആശുപത്രിയിൽ ചികിത്സയിലുള്ള യുവാവിന് രോഗബാധയുണ്ടായത് വീട്ടിലെ അക്വേറിയത്തിലെ വെള്ളത്തിൽ നിന്നാണെന്ന് നിഗമനം. ഇതോടെയാണ് സാധാരണ ഇത്തരം അമീബ കാണാറുള്ള കുളങ്ങൾക്ക് പുറമെ കിണറ്റിലും അമീബയുടെ സാന്നിധ്യം സംശയിക്കപ്പെടുന്നത്. കിണർവെള്ളത്തിലെ അമീബ സാന്നിധ്യം പരിശോധിക്കാൻ ആരോഗ്യവകുപ്പ് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന പാളിയിലെ സുഷിരങ്ങൾ വഴിയോ കർണപടലത്തിലെ സുഷിരങ്ങൾ വഴിയോ ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്നറിയപ്പെടുന്ന നെഗ്ലേറിയ ഫൗലേരി എന്ന അമീബ തലച്ചോറിലെത്തുകയും അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്ന രോഗത്തിന് കാരണമാകുകയും ചെയ്യുന്നതാണ് ആരോഗ്യ വിദഗ്ധരുടെ വിലയിരുത്തൽ. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നതിലൂടെയും നീന്തുന്നവരിലുമാണ് രോഗബാധയുണ്ടാകാറുള്ളതെങ്കിലും കിണർവെള്ളത്തിൽ ഉൾപ്പെടെ അമീബയുടെ സാന്നിധ്യം കാണാനുള്ള സാധ്യത തള്ളിക്കളയാനാവുന്നില്ലെന്നാണ് ആരോഗ്യ പ്രവർത്തകർ പറയുന്നത്. അണുബാധയുണ്ടായാൽ 5 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിൽ ലക്ഷണങ്ങൾ സാധാരണഗതിയിൽ പ്രകടമാകാറുണ്ടെന്നാണ് ആരോഗ്യ പ്രവർത്തകർ പറയുന്നത്. ജില്ലയിൽ 2 ആഴ്ചയ്ക്കിടെ 3 പേർക്ക് രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സ്ഥിതി ഗൗരവമായി കാണണമെന്നും ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ രാജാറാം പറഞ്ഞു. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നതും നീന്തുന്നതും ഒഴിവാക്കുക. നീന്തുന്നവർ മൂക്കിൽ വെള്ളം കടക്കാതിരിക്കാൻ നോസ് ക്ലിപ്പ് ഉപയോഗിക്കുക. വാട്ടർ തീം പാർക്കുകളിലെയും സ്വിമ്മിംഗ് പൂളുകളിലെയും വെള്ളം കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. മൂക്കിലോ ചെവിയിലോ ഓപ്പറേഷൻ കഴിഞ്ഞവരും ചെവിപ്പഴുപ്പുള്ളവരും എവിടെയും മുങ്ങിക്കുളിക്കാതിരിക്കുക. കിണർവെള്ളം ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം നിശ്ചിത ഇടവേളകളിൽ ക്ലോറിനേറ്റ് ചെയ്യുക. സ്വിമ്മിംഗ് പൂളുകളിലെ വെള്ളം ആഴ്ചയിൽ ഒരിക്കൽ പൂർണ്ണമായും ഒഴുക്കിക്കളയുക. സ്വിമ്മിംഗ് പൂളിന്റെ വശങ്ങളും തറയും നന്നായി ബ്രഷ് ഉപയോഗിച്ച് ഉരച്ചു കഴുകുക. പ്രതലങ്ങൾ നന്നായി ഉണങ്ങാൻ അനുവദിക്കുക. ഫിൽറ്ററുകൾ വൃത്തിയാക്കിയ ശേഷം വെള്ളം നിറച്ച് ക്ലോറിനേറ്റ് ചെയ്യുക. തുടങ്ങിയ മുൻകരുതൽ നിർദ്ദേശങ്ങളാണ് ജില്ലാ ആരോഗ്യ ഓഫീസിൽ നിന്ന് നൽകിയിരിക്കുന്നത്. മോണോറെയിൽ ട്രെയിൻ തകരാറിലാകാൻ കാരണം പരിധിയിലേറെ യാത്രക്കാർ കയറിയതിനാലെന്ന് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ. അമിതഭാരം കാരണം ട്രെയിൻ ഒരു വശത്തേക്ക് ചെരിഞ്ഞു. ഇത് സാങ്കേതിക തകരാറിലേക്ക് നയിച്ചെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചൊവ്വാഴ്ച വൈകിട്ടോടെ മുംബൈ മൈസൂർ കോളനി സ്റ്റേഷന് സമീപത്തായിരുന്നു സംഭവം. 200ഓളം യാത്രക്കാരായിരുന്നു ട്രെയിനിൽ ഉണ്ടായിരുന്നതെന്നാണ് വിവരം. 70 മുതൽ 75 യാത്രക്കാർ വരെ ഒരു കോച്ചിലുണ്ടായിരുന്നുവെന്ന് ഷിൻഡെ പറഞ്ഞു. 2 മണിക്കൂറിലേറെയാണ് യാത്രക്കാർ കുടുങ്ങിക്കിടന്നത്. പിന്നീട് ഇവരെ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ സ്ഥലത്തെത്തി കൂറ്റൻ ക്രെയിൻ ഉപയോഗിച്ചാണ് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയത്. വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടതോടെ ട്രെയിനിലെ എയർ കണ്ടീഷൻ സംവിധാനവും തകരാറിലായി. ട്രെയിനിന്റെ വാതിലുകൾ തുറക്കാൻ കഴിഞ്ഞില്ല. നിറയെ യാത്രക്കാരുണ്ടായിരുന്നതിനാൽ AC സംവിധാനം തകരാറിലായതോടെ പലർക്കും ശാരീരികാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. തുടർന്ന് ടെക്നീഷ്യന്മാരെത്തി ഏറെ നേരം പരിശ്രമിച്ച ശേഷമാണ് വാതിലുകൾ തുറക്കാനായതെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. മുംബൈയിൽ കനത്ത മഴയെ തുടർന്ന് മുംബൈ നഗരത്തിലെ പലയിടങ്ങളും വെള്ളക്കെട്ടിലാണ്. ഇതേ തുടർന്ന് പല ലോക്കൽ ട്രെയിൻ സർവീസുകളും നിർത്തിവെച്ചിരുന്നു. ഇതോടെ ട്രെയിൻ യാത്രക്കാർ പലരും മോണോ റെയിലിനെ ആശ്രയിച്ചു. ഇത് തിരക്ക് വർദ്ധിക്കാൻ കാരണമായെന്നും ഏക്നാഥ് ഷിൻഡെ പറഞ്ഞു. യാത്രക്കാരുടെ അമിതഭാരം കാരണം റെയിൽ ഒരു വശത്തേക്ക് ചെരിഞ്ഞുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിഷയം അന്വേഷിച്ചു വരികയാണ്. എല്ലാ യാത്രക്കാരുടെയും ആരോഗ്യം പരിശോധിച്ച് സുരക്ഷിതമായി വീട്ടിലെത്തുന്നു എന്ന് ഉറപ്പുവരുത്താൻ ആവശ്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സെപ്റ്റംബർ 1 മുതൽ കേരളത്തിലെ പ്രധാന സർക്കാർ ആശുപത്രികളിലെല്ലാം മുതിർന്ന പൗരന്മാർക്കായി പ്രത്യേക OP കൗണ്ടർ തുടങ്ങുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ്, ജില്ലാ ജനറൽ ആശുപത്രികൾ, സ്പെഷ്യാലിറ്റി ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ എന്നിവിടങ്ങളിൽ പ്രത്യേക OP കൗണ്ടർ ഉണ്ടാകുമെന്ന് മന്ത്രി അറിയിച്ചു. ഹെൽത്തിലൂടെയുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ സേവനം ഉപയോഗിക്കാൻ കഴിയാത്തവരിൽ കൂടുതൽ മുതിർന്ന പൗരന്മാരാണ് എന്നതാണ് വിശേഷം. അതുകൊണ്ടുകൂടിയാണ് അവർക്കായി പ്രത്യേക OP കൗണ്ടർ എല്ലാ പ്രധാന ആശുപത്രികളിലും സജ്ജമാക്കുന്നതെന്ന് മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ മിക്കവാറും എല്ലാ പ്രധാന ആശുപത്രികളിലും ഏപ്രിൽ മാസം മുതൽ ഓൺലൈൻ OP രജിസ്ട്രേഷൻ ആരംഭിച്ചിരുന്നു. ആശുപത്രിയിൽ എത്തിയതിനു ശേഷം ക്യൂ നിൽക്കാതെ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിന് QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ടുള്ള സൗകര്യവും നടപ്പിലാക്കിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിലെ സിസ്റ്റം തകരാറിനെതിരെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ തുറന്നടിച്ചു രംഗത്ത് വന്നതോടെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ വാ മൂടിക്കെട്ടാനുള്ള ശ്രമങ്ങൾ സർക്കാർ ഊർജിതമാക്കിയിരുന്നു. ഇപ്പോഴിതാ സർക്കാരിന്റെ മരണാനന്തര അവയവദാന ഏജൻസിയായ കേസോട്ടോ പരാജയമാണെന്ന് വിമർശിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ മോഹൻദാസ് കൂടി രംഗത്ത് വന്നതോടെ ഉദ്യോഗസ്ഥരുടെ വാമോടിക്കെട്ടാനുള്ള ശ്രമങ്ങൾ കൂടുതൽ ഊർജിതമാക്കി സർക്കാർ. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കേസോട്ടോയെ വിമർശിച്ച് ഡോക്ടർക്ക് മെമ്മോ നൽകിയിരിക്കുകയാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ. അവയവദാന ഏജൻസിയായ കേസോട്ടോ പൂർണ്ണ പരാജയമെന്നായിരുന്നു ഡോക്ടർ വിമർശിച്ചത്. 2017 ശേഷം മരണാനന്തര അവയവദാനം വിരലിലെണ്ണാവുന്നത് മാത്രമാണെന്നാണ് മോഹൻദാസ് ഫേസ്ബുക്കിൽ പ്രതികരിച്ചത്. സത്യത്തിൽ വീഴ്ച ചൂണ്ടിക്കാട്ടിയതിന്റെ പേരിലാണ് ഡോക്ടർക്കെതിരെ മെമ്മോ എത്തിയത്. ഇതിനിടെ ചട്ടവും നിയമവും നിരത്തി സർക്കാർ ഉദ്യോഗസ്ഥരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനു വേണ്ടി വാദിച്ച് N പ്രശാന്ത് IAS രംഗത്തെത്തി. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് എവിടെയൊക്കെ പ്രതികരിക്കാമെന്ന് ചൂണ്ടിക്കാണിയാണ് സർക്കാരിനെതിരെ പരസ്യയുദ്ധത്തിന് ആഹ്വാനം ചെയ്ത് പ്രശാന്ത് രംഗത്തെത്തിയിരിക്കുന്നത്.
സർക്കാരിന്റെയും ഉദ്യോഗസ്ഥരുടെയും അഴിമതിക്കും മെല്ലെപ്പോക്കിനുമെതിരെ പ്രതികരിക്കുന്നത് ചട്ടലംഘനമല്ല എന്നാണ് പ്രശാന്ത് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നത്. ഏത് ക്രമക്കേടും ഉദ്യോഗസ്ഥർക്ക് വിളിച്ചു പറയാം, അതിന്റെ പേരിൽ ഒരു നടപടിയും എടുക്കാൻ കഴിയില്ലെന്നും പ്രശാന്ത് ചൂണ്ടിക്കാണിക്കുന്നു. ചീഫ് സെക്രട്ടറി എ ജയതിലക് നടത്തിയ അഴിമതികൾ എണ്ണി പറഞ്ഞുകൊണ്ട് പ്രശാന്ത് നേരത്തെ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ വാ മൂടിക്കെട്ടാനുള്ള നീക്കത്തിനെതിരെ അദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരുടെ അഴിമതികൾ തെളിവ് സഹിതം ചൂണ്ടിക്കാട്ടിയതിന്റെ പേരിലാണ് പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിയിരിക്കുന്നത്. ഇതിനിടെ സർക്കാരിനെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച് അദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നു. ഡോക്ടർ ഹാരിസിനു ശേഷം ഡോക്ടർ മോഹൻദാസിനെ നിശബ്ദനാക്കുന്ന വാർത്തകളാണ് വരുന്നതെന്ന് ചൂണ്ടിക്കാണിയാണ് പ്രശാന്തിന്റെ വിമർശനം. സർക്കാർ വൃത്തങ്ങളിൽ നമ്മൾ ഒരു പതിവ് മുന്നറിയിപ്പ് കേൾക്കാറുണ്ട്, സർക്കാരിനെ വിമർശിക്കരുത് എന്നത്. ഇതിൽ എന്താണ് സർക്കാർ കാര്യമെന്നും എന്താണ് സർക്കാർ കാര്യമല്ലാത്തതുമെന്നും അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് പ്രശാന്ത് രംഗത്തെത്തിയിരിക്കുന്നത്. സർക്കാർ എന്നത് സ്വകാര്യ കമ്പനിയോ കൂട്ടുകുടുംബമോ മാഫിയ സംഘമോ കാഡർ പാർട്ടിയോ അസോസിയേഷനോ ക്ലബ്ബോ ഒന്നുമല്ലെന്നും പ്രശാന്ത് ചൂണ്ടിക്കാണിക്കുന്നു.